മാഡം കിച്ചണിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ജോൺ, ഞാനൊരു കാര്യം പറയാം. താൻ അതുപോലെ തന്നെ ചെയ്യണം. എന്താണ് സർ? പറയണം. ശരി സർ. മാഡം വരുന്നുണ്ട് സർ. താൻ ഫോൺ കട്ട് ചെയ്യണ്ട. ഓക്കെ? ഓക്കെ സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് മാഡം. മാഡം, സാധാരണ DK സാർ ഇതൊക്കെ സ്മെൽ ചെയ്തിട്ട് അതിന്റെ ടേസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അത് കുഴപ്പമില്ല, മാഡം ടേസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. നോ അതൊക്കെ എനിക്കറിയാം. ഇതിന്റെ രുചിയൊക്കെ സ്മെൽ ചെയ്ത് ഞാൻ തന്നെ പറഞ്ഞോളാം. നോക്കട്ടെ. ഇതിലിച്ചിരി എരിവ് കൂടുതലാന്നാ തോന്നുന്നത്. ഏതാ ഈ ഐറ്റം? ഇതൊരു മെക്സിക്കൻ സ്റ്റൂ ആണ് മാഡം. മുളക് പൊടി കൂടുതലാ. കണ്ടില്ലേ ചുമഞ്ഞു വന്നിരിക്കുന്നത്? അത് പിന്നെ മാഡം ഇതിൽ മുളക് പൊടി ചേർക്കാറില്ല. ടൊമാറ്റോ സോസിന്റെ കളറാണ്. യെസ്, എനിക്കറിയായിരുന്നു. ഞാൻ ചുമ്മാ ചെക്ക് ചെയ്തല്ലേ. ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി താൻ അത് അവളുടെ കൈവെള്ളയിൽ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ സർ. ഒരു സ്പൂണും എടുക്കാം. മാഡം ദാ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയേ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യും. അത് കലക്കി. മാഡം സർ, മാഡത്തിന്റെ കൈ പൊള്ളിയെന്നാ തോന്നുന്നത്. മാഡം എന്തായിടോ, അവള് നല്ലതുപോലെ ടേസ്റ്റ് നോക്കിയോ? നോക്കി, നല്ലതുപോലെ നോക്കി. അപ്പൊ നിങ്ങൾ എനിക്ക് പണി തന്നതല്ലേ കുശിനിക്കാരൻ? കുശിനിക്കാരൻ നിന്റെ എടി ബേക്കറിക്കാരി. ഇത് വെറും ഒരു തുടക്കം മാത്രമാ. ഇതുപോലുള്ള നല്ല നല്ല ആചാരങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. ഇതിനുള്ള മറുപടി ഞാൻ വന്നിട്ട് തരാം. ഓ, എന്നാ ശരി, ഓക്കെ. മുതലാളിയുടെ കൂടെ കൂടി എനിക്കിട്ട് പണിഞ്ഞതല്ലേ? തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സോറി മാഡം, മാഡത്തിനെ കിച്ചണിൽ കയറ്റരുതെന്നാ സാറ് പറഞ്ഞിരിക്കുന്നേ. അതൊക്കെ സാറ് ചുമ്മാ പറയുന്നല്ലേ. എന്നാ പിന്നെ ഞാൻ എപ്പോഴും കിച്ചണിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ടാ സാർ അങ്ങനെ വിളിച്ചു പറഞ്ഞ്. ഇവരുടെ ഒരു കാര്യം. എന്റെ സമാധാനം നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് ഒരു രൂപവുമില്ല. അവന്റെ ഭ്രാന്തിന് എന്റെ മകളുടെ ജീവിതം ബലി കൊടുക്കാൻ പറ്റില്ല. ഹോട്ടലിൽ നിങ്ങളുടെ മകളെ തേടി വന്നത് ശിവയാണെന്നതിന് ഒരു തെളിവുമില്ല. അവൻ തന്നെയാ, അതെനിക്ക് ഉറപ്പുണ്ട്. സാറേ, പോലീസ് ഇതിന്റെ അകത്ത് ഒരു ഒത്തുകളി നടത്തുന്നുണ്ടോന്നാ എന്റെ സംശയം. അവനെ രക്ഷപ്പെടുത്താൻ ആ കമ്മീഷൻ ഉണ്ടാക്കിയ കഥയാ ഇത്. അമലമോളെ കാണാൻ വന്നത് അവൻ തന്നെയാ സാറേ. തമ്പി, ആ ഹോട്ടൽ മുഴുവൻ CCTV സർവൈലൻസിലാ. ഗേറ്റ് മുതൽ അടുക്കള വരെ ഓരോരോ മൂലയിലും ക്യാമറയാ. അതിന്റെ കണ്ണിൽ പെടാതെ പകൽ സമയത്ത് ഒരാൾക്ക് എങ്ങനെ നിങ്ങളുടെ മകളുടെ മുറിയിൽ അതിക്രമിച്ച് കയറാൻ പറ്റും? കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ മകളുടെ സഹായിയായ സ്ത്രീ പോലും അങ്ങനൊരാളെ കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? സാറിനെന്താ ഒരു സംശയം? ഇത് ഞങ്ങളുണ്ടാക്കിയ കള്ളക്കഥയാണെന്നാണോ? കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ
കാറിൽ നിന്ന് അവരുടെ മറന്നു വെച്ച ഹാൻഡ് ബാഗ് എടുക്കാൻ പോയപ്പോഴാ സംഭവം. നിങ്ങളുടെ മകൾ അയാളെ കണ്ടില്ലേ? അവൾക്കറിയില്ല അയാളെ. സാറേ, ആ മുറി കയറിയവൻ മുഖം മറച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് മാത്രമല്ല, അമലമോള് ബഹളം വെച്ചപ്പം അവൻ ഓടിപ്പോവുകയും ചെയ്തു. എടോ തമ്പി, താനും മാഡവും പറയുന്ന കഥയ്ക്ക് ഒരു വിശ്വാസതയില്ല. അപ്പോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണോ സാർ പറയുന്നത്? എന്നല്ല, അത് ശിവയാകാൻ ഒരു സാധ്യതയില്ല. കാരണം അവൻ നിങ്ങളുടെ മകളെ അത്രയധികം സ്നേഹിച്ചിരുന്നു. അവളെ കാണാൻ അവൻ ഒരിക്കലും മുഖം മറിച്ചു വരില്ല. ഇത് മറ്റാരോ ആണ്. അല്ല, എനിക്ക് ഉറപ്പാ ഇത് അവൻ തന്നെയാ. അങ്ങനെയാണെങ്കിൽ അവന്റെ പേരിൽ നിങ്ങളുടെ മകൾ നേരിട്ടൊരു പരാതി കൊടുത്തേ പറ്റൂ. അത് നടക്കില്ല സർ. പരസ്യമായി അങ്ങനെ ഒരു പരാതി കൊടുക്കാനോ പഴയ ബന്ധം വാർത്തയാക്കാനോ എന്റെ മകൾ ആഗ്രഹിക്കുന്നില്ല. ഇന്നവള് സൗത്ത് ഇന്ത്യയിലെ മികച്ച അഭിനേത്രിയാണ്, അവാർഡ് കിട്ടിയ നടിയ. അവന്റെ പേരിൽ ഒരു കേസ് കൊടുത്താൽ അത് അവൾക്ക് തന്നെ വിനയായി തീരും. അല്ലാതെ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. തല്ലി അവന്റെ കയ്യും കാലും ഓടിക്കണം സാറേ, അതാ വേണ്ടത്. തല്ലാനും കൊല്ലാനും ഒക്കെ ഇറങ്ങിത്തിരിക്കും മുമ്പ് അവിടെ കയറിയത് അവനാണോന്ന് ഉറപ്പുവരുത്തണം. അവനെതിരെ ശക്തമായ തെളിവ് വേണം. എന്തായാലും ഞാൻ ആ ഹോട്ടലിൽ രഹസ്യമായ ഒരു അന്വേഷണം നടത്താം. മാഡം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താണ് സർ? അമലാദാസ് ഇപ്പോഴും ശിവയെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തുണ്ട് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പൊ അതാണ് കാര്യം. നഷ്ടപ്പെടാനുള്ള സൗഭാഗ്യങ്ങളുടെ വലിപ്പം ഓർക്കുമ്പോൾ മാഡത്തിന് ഉറക്കം വരുന്നില്ല അല്ലേ? സാർ എന്തൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ ഇല്ലയോ? എങ്ങനെയെങ്കിലും അവന് ഭ്രാന്താശുപത്രിയിൽ എത്തിച്ചേ പറ്റൂ. പ്രയാസമാണ് മാഡം. കാരണം ആ ജ്യോതി എന്ന് പറയുന്നവളുണ്ടല്ലോ, DKയുടെ ഭാര്യ, അവൾ അവനെ ഏകദേശം മാറ്റിയെടുത്ത് കഴിഞ്ഞു. ഇപ്പൊ അവന് ഭ്രാന്തില്ല.